എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ ഒരു വലിയ ദുരന്തം ഷൈനിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുൻപേ ചില മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ചില രഹസ്യങ്ങളൊക്കെ ഷൈനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഷൈനി അതിനെ അപ്പാടെ അങ്ങ് അവഗണിച്ചത് കൊണ്ടാണ് ഈ ഒരു വലിയ ദുരന്തം ഷൈനിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണല്ലേ. കുറേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ചില ദുരന്തങ്ങൾ അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മോശമായിട്ട് വരുന്നതിന് മുൻപേ എന്താണ്, ചില മുന്നറിയിപ്പുകളെ ദൈവം നമ്മൾക്ക് തരും. ആ മുന്നറിയിപ്പുകളെ കണ്ട് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾക്ക് അതിനകത്തുനിന്ന് ജയം നേടുവാനായിട്ട് കഴിയും. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ നമ്മൾ പാടെ അവഗണിച്ചു കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഷൈനിയുടെ ജീവിതം എടുത്താലും നമ്മൾക്കറിയാം, ഷൈനിയുടെ ജീവിതത്തിൽ ഒരു തരത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലല്ലേ. ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഷൈനിയുടെ വഴികളൊക്കെ അടച്ചു. ഷൈനി 12ഓളം ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി. അവിടെയൊക്കെ ജോലി നിഷേധിക്കപ്പെട്ടു. അവിടെയൊക്കെ ഈ അച്ഛൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾക്കറിയാം, വേറെ ഒരു വ്യക്തിയുടെ ഒരു ന്യൂസ് ഇങ്ങനെ കേട്ടല്ലോ. ഒരു വ്യക്തി അമേരിക്കയ്ക്ക് പോകുന്നതിന് മുൻപേ വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലിയുടെ കാര്യമൊക്കെ ഷൈനിക്ക് വേണ്ടി സംസാരിച്ചു. അവർക്കത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു എന്നുള്ളൊരു വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അവിടെ ഈ ഷൈനിയുടെ അമ്മായിപ്പൻ്റെ അനിയനോ അതോ അമ്മായിമ്മയുടെ അനിയത്തിയോ അങ്ങനെ ഏതാണ്ട് ഒരു സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കേൾക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം ഇവർക്ക് ജോയിൻ ചെയ്യേണ്ട സമയമായപ്പോൾ ഷൈനിക്ക് ആ ജോലി നിഷേധിക്കപ്പെട്ടു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ഷൈനിയെ പല വ്യക്തികൾ ചേർന്ന് ദ്രോഹിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ സകല വഴികളും അടച്ച് കഴിഞ്ഞു. അതാണ് ഷൈനിയുടെ ജീവിതത്തിൽ ഈ ഒരു ദുരന്തം സംഭവിക്കുവാൻ കാരണമായതെന്നും നമ്മളൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ ആദ്യം എല്ലാം ഒറ്റയടിക്കാണോ ഷൈനിയുടെ ജീവിതത്തിലോട്ട് വന്നത്? അല്ലേ. ആദ്യം എന്താണ്, ഷൈനിയുടെ കുടുംബജീവിതത്തെ തകർത്തു, സ്വസ്ഥതയെ തകർത്തു, സമാധാനത്തെ തകർത്തു. അതിനുശേഷം എന്താണ്, ആ ഒരു കുടുംബം തകർത്ത് നേരെ സ്വന്തം വീട്ടിലോട്ട് വന്നു. അവിടെയും ഷൈനിക്ക് എന്താണ്, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഷൈനിക്ക് കിട്ടിയില്ല. ജോലിക്ക് വേണ്ടി തേടി അലഞ്ഞു, ജോലി കിട്ടിയില്ല. പിന്നെ എന്താണ്, സാമ്പത്തികം ആകപ്പാടെ തകർന്നു. അങ്ങനെ എല്ലാ വിധത്തിലും മാനസികമായി തകർന്നു. എന്ന് വെച്ചാൽ ടെൻഷൻസും നിരാശയും ഒക്കെ കൂടെ വന്നു. അങ്ങനെ എല്ലാ വിധത്തിലും തകർന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആത്മഹത്യ ഷൈനി തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ മറുഭാഗത്തൊന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, ഷൈനി എവിടെ പോയിരുന്നു? എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു, ഷൈനി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഷൈനിയുടെ ജീവിതത്തിൽ ഈ മുന്നറിയിപ്പുകളൊന്നും ഷൈനി അറിഞ്ഞില്ല. അതെയോ ഷൈനിക്ക് കിട്ടാത്തതാണോ എന്ന് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരും. അല്ല, ഷൈനിയുടെ ജീവിതത്തിൽ മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നു. എവിടം തൊട്ട് തുടങ്ങിയിരുന്നു? കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഷൈനിക്ക് എന്ത് ലഭിച്ചിരുന്നു? മുന്നറിയിപ്പുകൾ ദൈവം കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഷൈനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നും അതിന്മേൽ എങ്ങനെ ജയമെടുക്കണമെന്നുള്ളതും ഷൈനിക്ക് ഒരുപക്ഷെ അറിയാതെ പോയതായിരിക്കാം. അപ്പോൾ ഷൈനി പഠിച്ചു വെച്ച, അതായത് അവർ പാരമ്പര്യമായി പിന്തുടർന്ന കുറച്ച് പ്രാർത്ഥനകളിലൂടെയും ഒക്കെ അങ്ങ് കടന്നുപോയപ്പോൾ അതിലൊന്നും എന്താണ്, ആ പ്രാർത്ഥനകളിലൊന്നും ജയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു സത്യം തന്നെയാണ്. അങ്ങനെ എത്രയോ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സംഭവം കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? യേശു ക്രിസ്തു 2 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നേരെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ല്. അവിടെ ഒരു പെൺ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും അവിടെ കെട്ടിയിട്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളതിനെ അഴിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അവരോട് പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ വിട്ടയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു അവിടെ? ആ കഴുതയെയും കുട്ടിയെയും അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പോൾ കഴുതേനെ എന്ന് നമ്മൾക്കറിയാം, നമ്മൾ കളിയാക്കാനല്ലേ എല്ലാവരോടും പറയും, ഇതൊരു കഴുതയായത് എന്നൊക്കെ പറയുമല്ലേ. നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കഴുത എന്ന് പറയുന്നതിനെ കഴിഞ്ഞും കുതിരയാണ് നമ്മൾ നമ്മുടെ ശലോമോൻ്റെ ഇതിനകത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. കുതിരയുടെ ശക്തിയെക്കുറിച്ചും കുതിരയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ. കുതിര എന്താണ്, യുദ്ധത്തിന് ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതേസമയം കഴുതയ്ക്കുന്ന അവിടെ വലിയ റോളൊന്നുമില്ല. പക്ഷേ ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തത്? ഈ കഴുതയാണ് തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ നമ്മൾക്കിവിടെ അതിനകത്തുനിന്ന് 2 കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നെന്താണ്, ദൈവം ഒരു വിലയുമില്ലാതിരുന്ന ഒരു കഴുതയാണ് തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതെന്താണ്, കെട്ടപ്പെട്ട് കിടന്ന ഒരു കഴുത അല്ലേ, അതിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിനെ കെട്ടഴിച്ച് മുൻപോട്ട് പോകുവാൻ അതിന് കഴിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കെട്ടപ്പെട്ടിരുന്ന ആ ഒരു കഴുതയാണ് ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് അങ്ങനെ 2 ആംഗിളിലാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്നേതാണ്, ആരും വലിയ വിലയൊന്നും കൊടുക്കാത്ത ഒരു ജീവിയാണ് ഈ കഴുത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കഴുതയ്ക്ക് അങ്ങനെയുള്ളൊരു കഴുതയാണ് ദൈവം തിരഞ്ഞെടുത്തത്. രണ്ടാമത് എന്താണ്, അത് കെട്ടപ്പെട്ട് കിടക്കുകയായിരുന്നു അല്ലേ.
അപ്പോൾ ഓർക്കുക, എപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് ഓരോ പർപ്പസുകളുണ്ടല്ലേ. അപ്പോൾ ദൈവം നോട്ടമിട്ടിരിക്കുന്നവരെ ആരും നോട്ടമിടും, ഈ പിശാചും കൂടി നോട്ടമിടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. എന്താണെന്നറിയാമോ, ദൈവത്തിന് ഒരു വ്യക്തിയെയും കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കത്തക്കവണ്ണം ചില വ്യക്തികളെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട് എന്ന് കണ്ടു കഴിയുമ്പോൾ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ, പിശാച് ആദ്യം ആ വ്യക്തികളെ നോട്ടമിട്ടിട്ടും പിശാച് ചെയ്യുന്നത് എന്താണെന്നറിയാമോ, അതിനെ അപ്പാടെ തകർത്ത് കളയുവാനാണ് നോക്കുന്നത്. അതിനെ അടിവേര് സഹിതം അതിനെ തകർത്ത് കളയാൻ. ഇപ്പോൾ ഷൈനീനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നല്ലേ, ഷൈനയുടെ ആ 2 മാലാഖ കുഞ്ഞുങ്ങളെ വരെ എന്താണ് തകർത്ത് കളയുവാൻ പിശാച് പരിശ്രമിച്ചു, അതിലവൻ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഓർക്കുക, ഈ പിശാച് എപ്പോഴും ആരെയാണ് നോട്ടമിടുന്നത്? ദൈവത്തിന് എന്താ പറയുക, എന്തെങ്കിലും പ്ലാനും പദ്ധതികളും ദൈവത്തിന് പർപ്പസും ഉള്ളവരെയാണ് ഈ പിശാച് എപ്പോഴും നോട്ടമിടുന്നത്. അല്ലാത്തതിനെയൊക്കെ എന്താണ് പിശാച് നോട്ടമിടത്തൊന്നുമില്ല. അതിന് കുറേ സമ്പത്തുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് ആ വഴിക്കങ്ങ് പൊക്കോളൂ എന്നറിയാം, അതുകൊണ്ട് അതിനെ അങ്ങനെ അങ്ങ് വിട്ടോളും. പക്ഷേ ദൈവത്തിന് താല്പര്യമുള്ളവരെ പിശാച് നോട്ടമിടും, അതിനെ പിശാച് എന്താണ് തകർത്ത് കളയുവാനായിട്ട് ശ്രമിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ ഈ ഒരു ഷൈനിയുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് ആദ്യമായിട്ടൊന്നും ആയിരിക്കുകയല്ല അല്ലേ. അപ്പോൾ ഷൈനി മരിക്കണമെന്ന് ഒരൊറ്റ നിമിഷം എടുത്ത തീരുമാനത്തിലാണ് അത് നടപ്പിലാക്കിയത്. പക്ഷേ ഷൈനിക്ക് അതിനു മുൻപേ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ടാകും, എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അങ്ങ് മരിച്ചു കളഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പുള്ളിക്കാരത്ത് ഒരു പക്ഷേയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ, ഈ പിശാച് നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് കടന്നു വരുന്നത്. എല്ലാം ഒറ്റയടിക്ക് അങ്ങ് കടന്നു വരുമല്ല ചെയ്യുന്നത്. അവൻ ചെറുതായിട്ടാണ് നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് വരുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആദ്യം നമ്മൾക്കറിയാം, പെട്ടെന്നൊരു മാരക രോഗം കൊണ്ട് ഇടുവായിരിക്കുകയല്ല ചെയ്യുന്നതും, അതിൻ്റെ ചെറിയ രോഗങ്ങൾ കൊണ്ടേയിട്ട് എന്ത് സംഭവിക്കും, രോഗങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുക മാത്രമല്ല, നമ്മളുടെ സമാധാനത്തെ തകർക്കും. അതുകൂടാതെ എന്താണ്, നമ്മളുടെ സാമ്പത്തികത്തെ തകർത്ത് കളയും. അവസാനമാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ജീവനെ തന്നെ അപഹരിക്കുവാനായിട്ട് ഇടയാകുന്നതും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നും നമ്മൾക്ക് നിരാശ കൊണ്ടുവന്ന് നമ്മളുടെ മുൻപിലെ വഴികളെ അടച്ചു കളഞ്ഞും നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളഞ്ഞും പതുക്കെ നമ്മളെ നിരാശയിലേക്ക് തള്ളിയിട്ട് അവസാനം നമ്മളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോഴല്ല, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തി നിൽക്കുമ്പോഴല്ല നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കേണ്ടത്. നമ്മൾ എവിടെ ഇരിക്കണം, പിശാച് ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ചില രഹസ്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ ഓർത്തോണം. നമ്മൾ അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം, മുട്ടുമടക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോൾ നമ്മൾ വിചാരിക്കും ഷൈനി പ്രാർത്ഥിച്ചു, പള്ളിയിൽ പോയി അല്ലേ, എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, എന്നാൽ അതിനകത്തൊന്നും ഷൈനിക്കൊരു ജയം കിട്ടിയില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഏത് ജാതിയാണ്, ഈ പൈശാചിക ശക്തികൾ അല്ലേ, ഇത് നീങ്ങിപ്പോകത്തില്ല. എങ്ങനെയേ നീങ്ങിപ്പോകത്തുള്ളൂ, പ്രാർത്ഥന മാത്രം പോരാ, എന്തും കൂടെ വേണം, ഉപവാസവും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ഷൈനിയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഉപവസിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്, അല്ലാതെ ഉപവാസം എത്രത്തോളം അവരെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്കതിനെക്കുറിച്ചൊക്കെ ഉപവസിക്കുന്നതിനെക്കുറിച്ചൊക്കെ വലിയ ധാരണ ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമല്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ കത്തോലിക്കലുണ്ടായിരുന്ന സമയത്ത് ഉപവാസമാകെപ്പാടെ ഒരു വെള്ളിയാഴ്ച എങ്ങാനും ഉപവസിക്കും, അതേ ഉള്ളൂ. ആകെ വെള്ളിയാഴ്ച എങ്ങാനും ഉപവസിച്ച് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കും, അല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കും, അതേ ഉള്ളൂ. അതും എങ്ങാനും വല്ലപ്പോഴും എങ്ങാനുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവിടെ അങ്ങനെയുള്ള ഉപവാസത്തിനൊരു ഫുൾ ഉപവാസത്തിനൊക്കെ പ്രാധാന്യം അന്ന് കുറവായിരുന്നു, ഇന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെറിയ ഹിൻഡുകൾ പിശാച് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടും ഉപവസിക്കുവാനുമായിട്ടും നമ്മൾ തീരുമാനമെടുക്കണം. ചിലതൊക്കെ നമ്മൾക്ക് പ്രാർത്ഥന മാത്രം മതിയാകും, എന്നാൽ ചിലതൊക്കെ നമ്മളെ വിട്ടുമാറണമെങ്കിൽ, ചിലതിനെയൊക്കെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഉപവാസം മസ്റ്റാണ് കേട്ടോ. ചിലർ പറയുമ്പോൾ ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും. അല്ല, അതൊക്കെ റോങ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അല്ല, നമ്മൾ ഉപവസിക്കണം. കാരണം ഉപവസിക്കണം എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സഹോദരി കഴിഞ്ഞ വീഡിയോക്കകത്ത് നീതു തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരി എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒത്തിരി വലിയ ഒത്തിരി അറിവുള്ള ആളൊന്നുമല്ല, ഒരു സുവിശേഷ പ്രഘോഷകയൊന്നുമല്ല.
ഞാനൊരു സാധാ വിശ്വാസിയാണ്, എങ്കിലും ദൈവം തന്ന ഒരു ചെറിയ അറിവ് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഓവറൊന്നുമല്ല. എങ്കിലും ദൈവം തന്നത് ഞാൻ ഷെയർ ചെയ്യുന്നു. കാരണം ദൈവം അങ്ങനെയാണ് കേട്ടോ. ദൈവം എന്താണ്? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ ദൈവം സാധാരണക്കാരെ ആയിരിക്കും ചിലപ്പം എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്കതെല്ലാം വിടാം, നമ്മൾക്ക് ഈ ഒരു സബ്ജക്റ്റിലോട്ട് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലതിനോട് നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം അല്ലേ? അപ്പോൾ ഈ പോരാടി പ്രാർത്ഥിക്കുക, ഫാസ്റ്റിംഗ് ഇരിക്കണം. ഇതിനെക്കുറിച്ചാണ് ജസ്റ്റ് ഞാനൊന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? നമ്മളും ദൈവവുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആണല്ലേ? എന്ന് വെച്ചാൽ ദൈവവും നമ്മളുമായിട്ടുള്ള സംഭാഷണം. അതല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളുടെ ഉടയവനായ നമ്മളുടെ പിതാവുമായിട്ടുള്ള ഒരു സംഭാഷണം. ഇനി അതിലപ്പുറം ഒരു വാക്കും കൂടെ പറഞ്ഞാൽ അപ്പനും മക്കളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും എന്നോട് കൂടി ഒന്ന് ഉണർന്നിരിക്കുവാൻ കഴിയത്തില്ലേ എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥന മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കണം. അത് മിനിമമാണ് കേട്ടോ. ഇന്നത്തെ കാലത്തെ ഈ സംഭവ വികാസങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കുമ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥന കൊണ്ട് ഒന്നും ആകത്തില്ല. ദൈവം ചോദിച്ചത് എന്താണ്? 1 മണിക്കൂറെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ താഴെയുള്ളതൊക്കെ പ്രാർത്ഥനയായിട്ട് പോലും കണക്ക് കൂട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ഓർക്കുക, ഇന്നത്തെ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. മിനിമം ഒരു 2.5-3 മണിക്കൂറെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. അതും മിനിമമാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾക്ക് രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ ഒരു 2.5 മണിക്കൂർ കിട്ടും, വൈകുന്നേരം വേണമെങ്കിൽ ഒരു 2.5 മണിക്കൂർ കിട്ടും. അതല്ല എങ്കിലും വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ സമയം കിട്ടും അല്ലേ? സ്കൂളിൽ പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിലും രാവിലെ ഒരു 2.5 മണിക്കൂർ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 2.5 മണിക്കൂർ, അല്ലെങ്കിൽ പോട്ടപ്പ രാവിലെ ഒരു 1 മണിക്കൂർ, വൈകുന്നേരം ഒരു 1 മണിക്കൂർ, ഇത്രയെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കഴിയുമല്ലോ. അപ്പോൾ അത്രയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ സമയം നമ്മൾ കുറയ്ക്കരുത്. ഒന്ന്. ഇനി രണ്ടാമത് എന്താണ്? നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? റെഗുലറായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ? ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? മറുപടി കിട്ടുന്നിടം വരെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്ത്, നമ്മളുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയത്ത്, അത് കറക്റ്റ് സമയത്ത് ദൈവം എന്ത് ചെയ്യും? അതിൻ്റെ മറുപടികളെ നമ്മൾക്ക് തരും. അതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെല്ലാം ഒന്ന് സമർപ്പിക്കണം, നമ്മളെ സമർപ്പിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയ കുറവുകൾ, പോരായ്മകൾ, ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ആദ്യം തന്നെ ഏറ്റുപറയണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന് നന്ദി പറയണം അല്ലേ? ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിൽ നമ്മൾ എന്തോരാ കാണുന്നത് അല്ലേ? എത്ര പേരാ മരിച്ചു പോയിരിക്കുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ആളായിരിക്കും മരിച്ചു പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ദൈവം ആയുസ് തന്നല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയണം. അതുകൂടാതെ ദൈവം ചെയ്ത നന്മകൾ അല്ലേ, എന്തെല്ലാം നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും തന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. പിന്നെ എന്താണ്? നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പാടണം. നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം. അപ്പോൾ ആ വചനം വായിച്ച് ആ വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ ആ വചന ധ്യാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കണം? നമ്മൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്യഭാഷയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ആദ്യം തന്നെ അന്യഭാഷയിലോട്ട് പോകണമെന്നല്ല, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രാർത്ഥനയിലോട്ട് വരുമ്പോൾ എങ്ങോട്ട് പോകണം? അന്യഭാഷയിൽ ആരാധിക്കണം. ഇനി അന്യഭാഷ നമ്മൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഫാസ്റ്റിങ്ങോടെ ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, അങ്ങയുടെ അന്യഭാഷ എനിക്കൊന്ന് തരണമേ എന്ന് നമ്മൾ ചോദിക്കണം കേട്ടോ. ഇന്ന് പലരും അന്യഭാഷയൊക്കെ കളിയാക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. കാരണം ഈ അന്യഭാഷ എന്ന് പറയുന്നത് ദൈവം തരുന്ന വലിയൊരു ഗിഫ്റ്റാണ്. അതൊക്കെ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ദൈവം തരുന്ന വലിയൊരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അതെന്താണ്? അത് പ്രാപിച്ചെടുക്കണം. കാരണം ഈ അന്യഭാഷ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് പോലും മനസ്സിലാകത്തില്ലല്ലേ നമ്മൾ എന്താ പറയുന്നതെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളുടെ കാര്യങ്ങളെ ഗ്രഹിപ്പിച്ച് നമ്മളെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതാണ് ദൈവസന്നിധിയിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് നമ്മൾ യുദ്ധം ചെയ്യുന്നതായിരിക്കും. നമ്മൾ അറിയാതെ അന്തരീക്ഷ ശക്തികളോട്, ദുരാത്മശക്തികളോടൊക്കെ നമ്മൾ യുദ്ധം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അന്യഭാഷ നമ്മൾ പ്രാപിച്ചിരിക്കണം. ഓക്കെ. ഇനി അന്യഭാഷ നമ്മൾക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾക്കറിയാം ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്ക് എന്താണ്? അതൊരു അന്യഭാഷയാണ്. കാരണം അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ ഹല്ലേലൂയ പറയുക. അതുകൂടാതെ എന്താണ്? നമ്മൾക്ക് തന്നെ അറിയാവുന്ന രീതിയിൽ നമ്മൾ ദൈവത്തോട് നമ്മളുടെ ആവശ്യങ്ങൾ പറയുക. നമ്മൾ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇനി പിന്നെ എന്താണ്? നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആ വചനം നമ്മൾ പറയണം. ഓരോ വിഷയങ്ങൾക്കും നമ്മൾക്ക് വചനമുണ്ടല്ലേ? എല്ലാത്തിനും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾക്ക് ഉത്തരമുണ്ട്. ആ വചനങ്ങൾ എടുത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് ആ വചനം നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയുടെ ലെവലിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മളോട് ചില വചനങ്ങളൊക്കെ നമ്മളോട് ഇടപെടും. എന്ന് വെച്ചാൽ നമ്മൾക്ക് വചനവുമായിട്ട് ബന്ധമുണ്ടാകണം. എന്നാലേ ദൈവം നമ്മളോട് ആ വചനം
ഇടപെടത്തുള്ളൂ, എന്നാലേ നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? വചനത്തിൽ നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ റെഗുലർ എന്ത് ചെയ്യണം? വചനം വായിക്കണം. ആ വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. ഇനി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? പിന്നെ നമ്മൾ സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കണം. സ്തുതിയും സ്തോത്രവും ഒക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ അർപ്പിക്കണം. ഓക്കെ. അപ്പോൾ എന്താണ്? സ്തുതിക്കണം, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പിന്നെ രാജാതിരാജാവും കർത്താവുമായ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലേ? ദൈവമേ, അങ്ങ് എത്ര ശ്രേഷ്ഠനാണ്, അങ്ങ് എത്ര ഉന്നതനാണ്. അതൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയണം, കർത്താവേ. നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നമുക്ക് പറയാം, കർത്താവേ അങ്ങൻ്റെ അപ്പനാണ് കർത്താവേ എന്നൊക്കെ നമ്മൾക്ക് പറയാം അല്ലേ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതുകൂടാതെ നമ്മൾ എന്താണ്? നമ്മളുടെ അപ്പനാണല്ലേ, ചില സ്വാതന്ത്ര്യത്തോടെ, മക്കളെന്ന സ്വാതന്ത്ര്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് നമ്മളുടെ പാവങ്ങളെ ഏറ്റു പറയണം കേട്ടോ. പിന്നെ നമ്മൾ ദൈവത്തോട്, ഇതൊക്കെ എൻ്റെ ഒരു എന്നെ ദൈവം പഠിപ്പിച്ച ഒരു ചെറിയ എൻ്റെ ഒരു രീതിയാണ് കേട്ടോ. നിങ്ങൾ ഇനി ഇതിലും വലിയ ആൾക്കാരുടെയൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനെല്ലാത്തിനും അപ്പുറമായിട്ട് എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനേക്കറിഞ്ഞൊക്കെ അപ്പുറമായിട്ട്, ദൈവമേ എനിക്ക് ഇത്രേ അറിയത്തുള്ളപ്പാ, എനിക്ക് ഇത്രേ പ്രാർത്ഥിക്കുവാൻ അറിയത്തുള്ളൂ, അങ്ങനെ ഒന്ന് പഠിപ്പിച്ചു തരണേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് എന്ന് പഠിപ്പിക്കണേ, പ്രാർത്ഥനയുടെ അഭിഷേകം എനിക്കൊന്ന് തരണമേ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു പ്രാർത്ഥന കേൾക്കും. നമ്മൾ ആദ്യം സമ്മതിക്കണം കേട്ടോ. നമ്മൾക്ക് അറിയത്തില്ല കർത്താവെ എന്ന് സമ്മതിക്കണം. ഇനി രണ്ടാമത് എന്താണ്? ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ഇറക്കണമേ, വചനത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, വചനത്തിൻ്റെ ആ ഒരു വെളിപ്പാടുകളെ തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം അതൊക്കെ നമ്മൾക്ക് തരും കേട്ടോ. കാരണം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി തരുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. പിന്നെ അടുത്തത് എന്താണ്? അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്താണ്? നമ്മൾക്കറിയാം, ആത്മാവിനെ ദൈവം എന്താണ്? അളവ് കൂടാതെ കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം കേട്ടോ. ഇനി ഒന്നും അറിയാൻ മേലെങ്കിലും നമ്മൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മൾക്ക് ആ ഒരു പ്രാർത്ഥനയുടെ കൃപയൊക്കെ നമ്മൾക്ക് തരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഏറ്റു പറയണം കേട്ടോ. നമ്മളുടെ ജീവിതത്തിലെ മനുഷ്യരാണ്, നമ്മളുടെ ജീവിതത്തിലെ പാവങ്ങൾ ഉണ്ടാകും, അത് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സകല പാപങ്ങളും നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ദൈവത്തിൽ നിന്നും നമ്മൾ നിരപ്പ് പ്രാപിക്കണം. ഒന്ന്. രണ്ടാമത് എന്താണ്? ദൈവത്തിന് നന്ദി പറയണം. മൂന്നാമത് എന്താണ്? നമ്മൾ എന്താ പറയുക, സ്തുതിഗീതങ്ങൾ പാടണം കേട്ടോ. ഒരു 2 പാട്ടെങ്കിലും നമ്മൾ പാടണം. ഇനി 2 പറ്റിയില്ലെങ്കിലും 1 പാട്ടെങ്കിലും നമ്മൾ പാടുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മൾ വചനം വായിക്കണം. അപ്പോൾ ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. എന്നിട്ട് ആ വചനം വെച്ച് നമ്മൾ ധ്യാനിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ്? പിന്നെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് കിടക്കണം. നമ്മളുടെ ആവശ്യങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കാം. പിന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പിന്നെ എന്താണ്? ദൈവത്തിന് നമ്മൾ സ്തുതിയും മഹത്വവും ഒക്കെ നമ്മൾ കരയറ്റണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പോവുക. നമ്മൾക്കറിയാവുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിച്ച് പോവുക. അപ്പോൾ എന്താണ്? ദൈവം നമ്മളുടെ പ്രാർത്ഥനയുടെ ഓരോ ലെവലിലേക്കും ദൈവം നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ ഓർക്കുക, നമ്മൾ അതിരാവിലെയൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. രാവിലെ തൊട്ട് ചുമ്മാ അങ്ങ് കിടന്ന് ഉറങ്ങരുത്. നമ്മൾ മിനിമം ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കിട്ടുന്നവർക്ക് വലിയ കൃപയാണ്. പിന്നെ എന്താണ്? അല്ലെങ്കിൽ 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്കൊക്കെ എങ്കിലും നമ്മൾ മിനിമം എഴുന്നേൽക്കണം. അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോഴെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം കേട്ടോ. പിന്നെ എന്താണ്? വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. ഇതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുടെ നന്മകളെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് കവർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കേട്ടോ. കാരണം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ലെവൽ എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് ചാടി പിടിക്കാതെ നമ്മളെ ആ രക്തത്തിൽ കവർ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യുക. അതൊക്കെ ദൈവം നമ്മൾക്ക് കൃപ തരുന്നതിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോവുക. അപ്പോൾ പ്രാർത്ഥനയുടെ ഏകദേശം എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് ഉപവാസം എന്ന് പറയുന്നതും നമ്മളുടെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം മസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മളുടെ യേശുക്രിസ്തു തന്നെ ഉപവസിച്ചു അല്ലെ? 40 ദിവസം ദൈവം എന്ത് ചെയ്തു? ഉപവസിച്ചു. രാവും പകലും ഉപവസിച്ചുവെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വചനത്തിൽ മെയിനായിട്ടും 1 ദിവസത്തെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 ദിവസത്തെ ഫാസ്റ്റിംഗ്, അതാരാ എടുത്തത്? എസ്തേർ അല്ലേ? എസ്തേറിൻ്റെ 3 ദിവസത്തെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? 7 ദിവസം ദാവീദ് 7 ദിവസം ഇരുന്ന ഫാസ്റ്റിംഗ് അല്ലേ? 7 ദിവസം ആ മകനെ ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഫാസ്റ്റിംഗ് ഉണ്ട്. 7 ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ദാനിയേലിൻ്റെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ട് അല്ലേ? അതുകൂടാതെ ജീസസ് ക്രൈസ്റ്റിൻ്റെ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള ലെവലുകളൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളുടെ യേശുക്രിസ്തു വരുന്ന ഫാസ്റ്റിംഗ് എത്രയാണ്? മാക്സിമം ദിവസം എന്ന് പറയുന്നത്
പറയുന്നത് 40 ദിവസമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ ഗുരുവിനെ പോലെ ആയാൽ മതി, ഗുരുവിനെ കഴിഞ്ഞും അപ്പുറമാകണ്ട എന്നാണ് നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 40 ദിവസത്തിലപ്പുറമൊന്നും ഫാസ്റ്റിങ്, കണ്ടിന്യൂ ഉള്ള ഫാസ്റ്റിങ് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലപ്പുറം പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അത് ദൈവികമല്ല കേട്ടോ. കാരണം ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത് എന്താ പറയുക, നമ്മൾ ഗുരുവിനെ പോലെ ആയാൽ മതി, ഗുരുവിൻ്റെ അപ്പുറം പോകണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ഫാസ്റ്റിങ്ങുള്ളൊരു 40 ദിവസമൊക്കെ എടുത്താൽ മതിയാകും. പിന്നെ എന്താണ്, കാരണം വചനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോയാൽ മതി. അല്ലാതെ നമ്മൾ വലിയ ആൾക്കാർക്ക്, ഇപ്പോൾ ചിലർ 100 ദിവസത്തെ ഫാസ്റ്റിംഗ് എന്നൊക്കെ കാണുന്നുണ്ട്. അതിനകത്തൊക്കെ എന്തുമാത്രം ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ഗൈഡൻസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഒരിക്കലും ഈ 40 ദിവസത്തിൽ സ്ഥിരമായ ഫാസ്റ്റിംഗ് 40 ദിവസത്തിലപ്പുറമൊന്നും ഞാൻ എടുക്കാറില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ എൻ്റെ ഒരു വചനത്തിൽ നിന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കണം? റെഗുലർലി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ ശ്രമിക്കുക. അത് നമ്മൾക്ക് ദൈവം കൃപ തരുന്നത് പോലെ ഫുൾ ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ പറ്റിയാൽ അതൊരു വലിയ കൃപയാണ് കേട്ടോ. നമ്മൾ ഇരിക്കണം. ഇനി അതല്ല എങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെയോ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി തൊട്ടുള്ള ഫാസ്റ്റിംഗ്, അങ്ങനെ ഏതെങ്കിലും നമ്മളും ദൈവവുമായിട്ടുള്ള തീരുമാനമാണ്. കാരണം ഫാസ്റ്റിംഗ് ഇരിക്കുന്നതിനും അതിന് കൃപ തരുന്നതും അതിൻ്റെ എന്താ പറയുക മറുപടി തരുന്നതുമൊക്കെ ആരാണ്? ദൈവമാണ്. അത് നമ്മൾ ദൈവവുമായിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഫാസ്റ്റിങ്ങും പ്രാർത്ഥനയും എമർജൻസിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫുൾ ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ വരെ ഇരുന്നിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു അങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇരിക്കുവാൻ ശ്രമിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മസ്റ്റായിട്ട് ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ ശ്രമിക്കണം. പിന്നെ നമ്മളുടെ ഇതുപോലെയുള്ള വിഷയങ്ങൾ, ചില മുന്നറിയിപ്പുകളൊക്കെ ദൈവം നമ്മൾക്ക് തരുമ്പം മിനിമം നമ്മളൊരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഒക്കെ ദൈവം നമ്മൾക്ക് കൃപ തരുന്നതിനനുസരിച്ച് ഫുള്ളിരിക്കുവാൻ പറ്റുവാണെങ്കിൽ ഫുള്ളിരിക്കണം. അതുകൂടാതെ പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ടോ ഏതെങ്കിലും വിധത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലെ മാത്രം ഭക്ഷണം കഴിച്ചിട്ടോ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തോട് ചോദിച്ച് കൃപ തരുന്നതിനനുസരിച്ച് നമ്മൾ ഇരിക്കുക. കാരണം ഇങ്ങനെയുള്ള ഫാസ്റ്റിങ്ങുകളിൽ എന്തഴിയത്തുള്ളൂ? ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകത്തുള്ളൂ, പൈശാചിക ശക്തികളുടെ പ്ലാനുകളൊക്കെ തകർന്നു പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതിന് നമ്മൾ ഒരിക്കലും മുടക്കം വരുത്തരുത്. പിന്നെ ദൈവം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമാണ് നമ്മൾക്ക് ശരീരം ഒക്കെ തന്നതല്ലേ, നമ്മളെ സൃഷ്ടിച്ചത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ ദൈവം എന്താണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ജ്ഞാനമാണ്, അത് നമ്മൾ ഉപയോഗിക്കണം. ഇനി എനിക്ക് അടുത്തത് പറയാനുള്ളത്, നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ചുമ്മാ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താ പറ്റണം? ഭക്ഷണം കഴിക്കാതെ ചുമ്മാ പ്രാർത്ഥന ഇല്ലാതിരുന്നാൽ അതെന്താണ്? അത് ചുമ്മാ പട്ടിണി സമരമായിട്ട് മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ വേറെ അൽക്കുലത്ത് കാര്യങ്ങൾക്കൊന്നും പോകാതെ, എന്ന് വെച്ചാൽ ഫംഗ്ഷനുകൾക്കോ ഷോപ്പിങ്ങുകൾക്കോ അതിനും ഇതിനും ഒക്കെ പോകാതെ കഴിവതും നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം. എന്നാലേ നമ്മളുടെ ഫാസ്റ്റിങ്ങിന് വിജയമുണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, പിന്നെ എന്താണ്, നമ്മൾ ഫാസ്റ്റിംഗ് വീഡിയോ നീണ്ടു പോകുന്നു, എന്നാലും ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ എന്താണ് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മൾ ഏത് വിഷയത്തിനാണ്, ചിലപ്പോൾ നമ്മൾക്ക് ഗൈഡൻസ് ദൈവം തരുമല്ലേ, അപ്പോൾ ഏത് വിഷയമാണെന്നുള്ളത് നമ്മളൊരു പേപ്പറിൽ എഴുതി നമ്മളുടെ ആ വചനത്തിനകത്ത് നമ്മളങ്ങ് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ദൈവത്തെ സന്നിധിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരു നിശ്ചയം നമ്മൾക്കുണ്ടായിരിക്കണം. ഏത് വിഷയത്തിൻ്റെ മുഖത്താണ്, അത് ആത്മീയമാണോ ഭൗതികമാണോ എന്താണെങ്കിലും ആ ഒരു വിഷയം നമ്മൾ എഴുതി വെക്കുക. അങ്ങനെ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ ഒരു 2 മണിക്കൂർ കിട്ടും അല്ലേ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 2 മണിക്കൂർ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ നമ്മൾ ഫാസ്റ്റിംഗ് ആണല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ എടുക്കുക, വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ കുറച്ച് വില മുടക്കി നമ്മളങ്ങ് പ്രാർത്ഥിച്ചോളുക. കുറച്ച് സമയം കൂടുതലെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ പ്രാർത്ഥന മസ്റ്റാണ്, അല്ലെങ്കിൽ അത് ചുമ്മാ പട്ടിണി സമരമായി പോകും. പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം, സ്തുതിക്കണം, എല്ലാം നമ്മൾ ചെയ്യണം. എന്നാലേ നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മൾക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ചിലതിനോടൊക്കെ നമ്മൾക്ക് പടവെട്ടി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. എനിക്ക് തോന്നുന്നു ഷൈനിക്ക് ഈ ഒരു അറിവ് പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഈ ഒരു ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. അവർ ഫാസ്റ്റിംഗ് ഇരുന്നെങ്കിൽ തീർച്ചയായിട്ടും, ഈ വിധത്തിലുള്ളൊരു ഫാസ്റ്റിംഗ് എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്തവർ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇനി ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഇതൊക്കെ നമ്മൾക്ക് ഫോളോ ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.